ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ബൊഗൈൻവില്ല ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് തുടങ്ങാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഒരു തെർമോകോൾ കട്ട് ചെയ്യുന്ന ഒരു കത്തി വേണം, പിന്നെ സെലോ ടേപ്പ് ആണെങ്കിൽ സെലോ ടേപ്പ്, അതല്ലെങ്കിൽ ഒരു പോളിത്തീൻ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച ഒരു പേപ്പർ, പോളിത്തീൻ ഷീറ്റാണ്, ഇത്രയും വീതി കുറച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ബഡ്ഡിങ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള പേപ്പർ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു കട്ടർ വേണം. കട്ടർ ഉണ്ടായിരുന്നാൽ ഷാർപ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ നമുക്കൊരു റൂട്ട് സ്റ്റോക്ക് വേണം. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉള്ള ചെടിയുടെ ചെറിയ കൊമ്പുകൾ വേണം. അപ്പോൾ ഞാനിവിടെ 3 കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു വെള്ളയും, ഒരു വയലറ്റും, ഒരു മഞ്ഞയും. മഞ്ഞയല്ല, ഒരു ഓറഞ്ച് കൂടെ ചേർന്ന ഒരു കളറാണ്. അപ്പോൾ ഇങ്ങനെ 3 വെറൈറ്റിയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലേക്ക് കടക്കാം. റൂട്ട് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ടിയുള്ള ഒരു റൂട്ട് സ്റ്റോക്കാണ് ആവശ്യം. കട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് നല്ല സ്വല്പം ആവശ്യം വലിപ്പമുള്ള, അതായത് ഒന്നിൽ കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഞാനെടുത്തിരിക്കുന്നത് ഈ ചെടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ മുള്ളുകൾ ഒന്ന് കട്ട് ചെയ്ത് കളയണം ആദ്യം. കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കൊള്ളാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിലും കട്ട് ചെയ്ത് ചെയ്യാം, ഇവിടെയാണെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് ആണ് ഉദ്ദേശിക്കുന്നത്, ഇത്ര ഹൈറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ കൊമ്പ് ആവശ്യമില്ല, ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ഹൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. ചതഞ്ഞ് ഇരിപ്പുണ്ട് കട്ടർ വെച്ച് ചെയ്തപ്പോൾ. ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തെർമോകോൾ കട്ട് ചെയ്യുന്ന കത്തി വെച്ച് ഇതിനൊന്ന് ലെവൽ ചെയ്യും. ഈ ബ്ലേഡ് വെച്ചായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഇത് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കത്തി എടുക്കുന്നത്. അല്ലേ, ഇതിപ്പം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽ നിന്ന് ഈ തൊലിയും ചേലം തടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലേ, ഇങ്ങനെ ഒരു ലെവലിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ സൈഡിലും കട്ട് ചെയ്യാം. ഇനി ഈ ഭാഗത്ത് ഇപ്പം 3 സൈഡിലും കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 3 കൊണ്ട വയ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ്. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഇതിന്റെ ഫ്ലവർ ഞാൻ കളയുകയാണ്. ഇതിന്റെ ചെറിയ ലീഫ് ആയതുകൊണ്ട് ലീഫ് കളയണമെന്നൊന്നുമില്ല. അപ്പം ഇവിടുന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെത്തിയെടുക്കണം. ഒരു ആപ്പിന്റെ രീതിയിലാണ് എടുക്കുന്നത്. ഇത് ശരിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് ഇതിൽ തൊലിയിരിപ്പുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഈ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതിൻ്റെ എൻഡിൽ ഒരു സൈഡ് വരണം. അതാണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ഒരു സൈഡ് ചെയ്ത് മറ്റേ സൈഡിൽ മുഴുവനായില്ല. കാരണം ഈ ചെടിയുടെ കൊണ്ട ചെറുതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, ഒരു സൈഡിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ആവശ്യമുള്ളൂ. ഇനി അടുത്തത് ചെയ്യാം. ഇത് ലീഫ് വലുതായതുകൊണ്ട് ലീഫ് ഇട്ടിരിക്കുന്നത് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ വിരലോ അല്ലെങ്കിൽ വേണ്ട പൊടിയോ ഒന്നും പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്ത
കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്താണ് വെക്കുന്നത്. അതും ഒരു സൈഡ് ചേർന്നത്തക്ക രീതിയിലാണ് വച്ചിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ ചെയ്യാം. മൂന്നെണ്ണം നമ്മൾ വച്ചു കഴിഞ്ഞു. ഇനി ഗ്രാഫ്റ്റിംഗ് ടാപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തതിനെ നമ്മളിതിന് ചുറ്റി എടുക്കണം. നല്ല ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കണം. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുകൾ വശത്ത് ഈ മുറിവുണ്ടായ സ്ഥലത്ത് ചീഞ്ഞു പോകാതിരിക്കുന്നതിലേക്ക് വേണ്ടി സാഫ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സാഫ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് സാഫ്. ഇത് വെള്ളത്തിലോട്ടെടുത്ത് ഇട്ടതിന് ശേഷം ഇതിലോട്ട് തൊട്ട് വെച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഇനി ഇത് ഒരു 15 ദിവസം നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിത്തീൻ ഷീറ്റ് കവർ വെച്ച് മൂടി വയ്ക്കണം. ഇതുപോലുള്ള കവർ വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. മൂടി വെക്കുന്നതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിപ്പോൾ നമ്മുടെ അന്തരീക്ഷം നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഈ മുറിവുണ്ടായിരിക്കുന്ന സ്ഥലം കൂടെ കൂടുതൽ ജലാംശം നഷ്ടപ്പെട്ട് ഈ ചെടി ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് പിടിക്കുന്നതിലേക്ക് വേണ്ടിയും ഒരു സേഫ്റ്റിക്ക് അതിരിക്കുന്നതിലേക്ക് വേണ്ടി കൂടുതൽ ഗ്രാഫ്റ്റിംഗ് പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിക്കെട്ടി വിട്ട് കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്കിതിനെ അഴിച്ചു മാറ്റാം. ആദ്യം അഴിച്ച് മാറ്റി വന്ന് ഈ കെട്ടഴിച്ച് വിട്ടതിന് ശേഷം ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കവറങ്ങ് ഊരി മാറ്റിയാൽ മതി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഒരു 4 ദിവസമായത്, 10 ദിവസമായതും 15 ദിവസമായതൊക്കെ ഉണ്ട്. അതിനുശേഷം ഫ്ലവർ ചെയ്തതും ഇതിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇതാണ് നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇതാണ് ഒരു 3 ദിവസം കഴിഞ്ഞതാണ്. നല്ല കൊമ്പുകൾ പച്ചയുണ്ട്. ഇതാണ്ട് ഈ ഭാഗത്ത് മുള വരുന്നുണ്ട്. ചെറിയൊരു മുളയുടെ ലക്ഷണമുണ്ട്. ഇതാണെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞതാണ്. ഇത്ര മുള വന്നിരിപ്പുണ്ട്. അതുപോലെ ഈ കാണുന്നത് ഒരാഴ്ച ആയതാണ്. മുളച്ച് വന്നിട്ടുണ്ട്. ഇതില് 4 വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതൊരു വെറൈറ്റി, ഇതൊരു വെറൈറ്റി, ഇതാണെങ്കിൽ ഒന്നും ഇത് ഡാർക്ക് വെറൈറ്റിയാണ്. ഇത് വേറെ റെഡ്, ഇത് യെല്ലോ, ഇത് റെഡ്, ഇതും റെഡിൻ്റെ ഡാർക്കാണ്. ചെറിയ തൈയായിട്ട് കൊമ്പ് കൂടുതൽ പടർന്ന് വളരാതെ വരുന്നതാണ്. ഇതും വളരെ ചെറിയ രീതിയിൽ നിന്ന് ഫ്ലവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ 1 മാസം ആയതാണ്. അപ്പോൾ ഇതുപോലെ 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്ലവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.